ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു വിയറ്റ്നാം മേളി പ്ലാവ് നട്ടു. കറക്റ്റ് ഒരു 1.5 വർഷം ആയപ്പോൾ തന്നെ അതിന്മേൽ കായുണ്ടായി. പ്ലാവിന് തീരെ ആരോഗ്യമൊന്നും ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്മേൽ ചക്ക ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിനധികം വളപ്രയോഗമൊന്നും ഞാൻ നടത്താറുമില്ല. ഇടയ്ക്കൊക്കെ അടുക്കള വേസ്റ്റ് ഇടും. പിന്നെ ഈ ചക്ക ഉണ്ടായി തുടങ്ങിയപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് പിന്നെ ചുറ്റിലും പച്ചപ്പുല്ല് ഇടുകയും ചെയ്ത്. അത് ഞാൻ യൂട്യൂബിൽ പലരും പറയുന്നത് കേട്ടിട്ട് ഈ പച്ചപ്പുല്ല് ചുറ്റിലിടണം, എന്നാലേ ചക്ക വണ്ണം വെക്കൂ, ചക്ക ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഇതിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പ്ലാവിനാണെങ്കിൽ ഒട്ടും ആരോഗ്യമില്ല, ഒരു കുഞ്ഞി പ്ലാവ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചക്ക ഉണ്ടായി, പിന്നെ അതിന്മേൽ ഒരു 4-5 ചക്ക വേറെ എക്സ്ട്രാ ഉണ്ടായി. പിന്നെ എന്താണെന്നറിയില്ല, നനവ് എല്ലാം ഉണ്ടായത് ആൺചക്ക അധികവും, ഉണ്ടായതൊക്കെ പെൺചക്കയായിരുന്നു. 1-2 ആൺചക്ക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മളിവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് നനവ് കിട്ടാത്തത് കൊണ്ടാണെന്നോ തോന്നുന്നു, ഈ ഉണ്ടായ ചക്കയിലൊക്കെ പകുതിയും കൊഴിഞ്ഞു പോയി. പിന്നെ അങ്ങനെ അവശേഷിച്ച 2 ചക്കയായിരുന്നു. അതിൽ ഒന്ന് നമ്മളെന്നും ചെന്ന് നോക്കും, മൂത്തോ എന്നുള്ളത് കാര്യം. കാരണം ഇപ്പോൾ അതിൻ്റെ ആ പുറന്തൊലിയൊക്കെ നല്ലോണം മൂത്ത ചക്കയുണ്ട്, അതുപോലെ നല്ല സെറ്റായപ്പോൾ ഞാനെന്നും പോയിട്ട് ഇങ്ങനെ തൊട്ട് നോക്കും. അപ്പോൾ നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പോയി തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് അത് പ്രസ് ആവുന്നു, നന്നായി ഞെങ്ങി കളിക്കുന്നു. അപ്പോൾ ചോദിച്ചാൽ അത് പഴുത്തിട്ടുണ്ടാകും, സ്മെല്ല് വരുന്നൊന്നുമില്ല, പക്ഷേ പഴുത്തിട്ടുണ്ടാവും എന്നുള്ളൊരു ധാരണയിൽ അത് പറിച്ചെടുത്തു. പക്ഷേ ഭയങ്കര ട്വിസ്റ്റായിരുന്നു, ഒരു മാരക ട്വിസ്റ്റായിപ്പോയി. ചക്ക വെറും ചള്ള് ചക്കയാണ്. മാത്രമല്ല, ഞാൻ യൂട്യൂബിൽ നോക്കുകയും ചെയ്തു പറിക്കുന്നതിന് മുമ്പിട്ട് എത്ര മാസം കൊണ്ട് ഇത് മൂത്ത് പഴുക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിലൊക്കെ പറയുന്നത് മാക്സിമം 4 മാസം കൊണ്ട് വിയറ്റ്നാം മേളി മൂത്ത് വരും. അപ്പോൾ ഇതിൻ്റെ പുറന്തൊലിയൊക്കെ കണ്ടപ്പോൾ ഞാനും കരുതി എന്നാൽ ഇത് മൂത്തിട്ടുണ്ടാവും, പഴുത്തിട്ടുണ്ടാവും എന്നുള്ള ധാരണയിലായിരുന്നു പറിച്ചെടുത്തത്. പക്ഷേ ഇത് വളരെ ചള്ള് ചക്ക. ഇനിയൊരു 3-4 മാസം എക്സ്ട്രാ പിന്നെയും കിടക്കും. ഇപ്പം തന്നെ ഇത് ഉണ്ടായിട്ട് 5 മാസത്തോളമായി. ഭയങ്കര നിരാശയായിപ്പോയി. നമ്മൾ അത്രയേറെ പ്രതീക്ഷിച്ച് പറിച്ച് പഴുത്ത ചക്ക കഴിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പറിച്ചപ്പോൾ ഇത്രയും ഒരു ചള്ള് ചക്കയായിപ്പോയി. കുരു പോലും മൂത്തിട്ടില്ല. നമുക്ക് കൈകൊണ്ട് കുരുവൊക്കെ ഇങ്ങനെ ഒടിച്ചെടുക്കാം, അത്രയ്ക്ക് ചള്ള് ചക്ക. ഇനിയിപ്പോൾ അടുത്ത ചക്കയുണ്ട്, അതിലാണ് ഒരു പ്രതീക്ഷ. അതിനി പ്ലാവിൽ നിന്ന് തന്നെ പഴുത്ത് നല്ല സ്മെല്ല് വന്നാൽ മാത്രമേ പറിക്കുള്ളൂ കാര്യം ഉറപ്പിച്ച്. അല്ലാണ്ട് അതിൻ്റെ ആ ചക്കേൻ്റെ പുറന്തൊലി നോക്കിയിട്ടോ, പുറന്തൊലി നന്നായിട്ട് സെറ്റായി നോക്കിയിട്ടൊന്നും ആരും പറിക്കാൻ നിൽക്കണ്ട. ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റണ്ട. എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും പ്ലാവിൽ നിന്ന് തന്നെ ചക്ക പഴുത്ത് സ്മെല്ല് വന്നാൽ മാത്രം നിങ്ങൾ പറിച്ചെടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അല്ലാണ്ട് ചക്കയുടെ പുറമേ ഉള്ള ആ ഒരു ലുക്ക് കണ്ടിട്ട് പറിച്ചെടുത്താൽ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, ചക്ക കണ്ടാൽ മൂത്തിട്ടില്ല എന്നാരും പറയില്ല. അത്ര നല്ല ആ ചക്കയുടെ കരുവിലൊക്കെ നല്ല സെറ്റായി നിന്നതായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ ഞാൻ കരുതി ഇത്ര വണ്ണേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അടുത്ത ചക്ക പറിച്ചിട്ടുള്ള അതിൻ്റെ വീഡിയോ ഇടാം പഴുത്താൽ. ബൈ.